നന്ദി. സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ്, ഇന്ന് കുടിച്ചിട്ടില്ല. എൻ്റെ പേര് സണ്ണി. ഹായ് സണ്ണി ചേട്ടാ. ഹായ് 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 ഹായ്. സണ്ണി ചേട്ടൻ. ഹായ് ഹായ്. ഹായ് സണ്ണി സർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വർത്താനം പറയാൻ വന്നു, അതായത് പെട്ടെന്നൊരു ശ്രദ്ധ വിട്ടുപോയി, ക്ഷമിക്കുക. അപ്പൊ ഏതായാലും സന്തോഷം. കുറെ ഇപ്പം 2-3 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ ഈ മുമ്പത്തെ വിഷയാവതരണ മീറ്റിംഗ്, അതായത് വിഷയാവതരണം എന്ന് വെച്ചാൽ ഞാൻ അവതരിപ്പിച്ച പാരമ്പര്യങ്ങളിലെ ആത്മീയത എന്നുള്ളതിന്റെ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നുപോയി. മറ്റു ചില ആവശ്യങ്ങളൊക്കെ ആയതിന്റെ പേരിൽ രാമേട്ടൻ അത് പറയാഞ്ഞിട്ടും വിളിക്കാഞ്ഞിട്ടും അല്ല, പക്ഷെ എനിക്ക് സൗകര്യം ഇല്ലാണ്ട് വന്നുപോയി, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ഏതായാലും നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേരാൻ ഒരുപാട് സന്തോഷം തന്നെയുള്ളൂ. ഈ മീറ്റിങ്ങിൽ ആയിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിനെ പരിചയപ്പെട്ട കാലം തൊട്ടേ ഈ കൂട്ടായ്മയില് ഒരു മടിയും ഇല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ഓരോ വായനകളും ഒക്കെ കൂടുതൽ അറിവുകൾ തന്നതല്ലാണ്ട് ഒരിക്കൽ പോലും അത് പുറകോട്ട് കൊണ്ടുപോയതായിട്ടോ എനിക്ക് എന്തെങ്കിലും കുറവ് വരുന്നതായിട്ടോ ഒന്നും ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിനെ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ കാണുകയും അതിന്റെ ആശയങ്ങൾ പഠിച്ച് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പലരും അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കാം. പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കുറവൊന്നും സംഭവിക്കാറില്ല. നമുക്ക് പറയാം, ട്യൂഷൻ എടുത്തവരെല്ലാവരും ജയിച്ചോണമെന്നില്ല, ട്യൂഷൻ എടുക്കാത്തവരെല്ലാത്തവരും തോറ്റോണമെന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയാണെങ്കിലും ട്യൂഷൻ ഉള്ളത് നല്ലത് തന്നെയല്ലേ. ട്യൂഷന് പോകാതിരിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ട്യൂഷന് പോകുന്നത് തന്നെയാ. എത്രയും മാത്രമേ ഇതിനകത്തും കൂട്ടിയാവുള്ളൂ. പഴമക്കാരായിട്ടുള്ളവരോടും അല്ലെങ്കിൽ ഇതേപോലുള്ള മീറ്റിങ്ങുകൾ ഇതിനോടൊക്കെ നമ്മൾ സംബന്ധിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാകും. അല്ലാണ്ട് അത് മാത്രമാണ് ശരിയെന്നും അത് ചെയ്യാത്തവരാരും എല്ലാവരും മോശക്കാരാണെന്നോ ഒന്നുമുള്ള അങ്ങനത്തെ യാതൊരു മുൻവിധിയും ഒന്നും നമ്മൾ വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും അത് ഗുണകരം തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളെ വെറും ഒരു തത്വം മാത്രം പഠിപ്പിക്കുന്നതല്ല, അതൊരു ജീവിത ശൈലിയാണ്. ആ ജീവിതശൈലിയിൽ നമ്മൾക്ക് എങ്ങനെ ഉതകുന്ന തരത്തിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് തന്നെയാണ്. അത് എൻ്റെ മാത്രം സ്വാർത്ഥത കൊണ്ട് മാത്രമുള്ള ജീവിതം അല്ല ഉദ്ദേശിക്കുന്നത്, അത് മറ്റുള്ളവർക്കും ഗുണകരമാകണം. അപ്പൊ അത് ഓരോരുത്തരും അവനവന്റെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചും അവനവനുള്ള ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ അനുസരിച്ചും ഒക്കെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ പൊതു തത്വങ്ങളെ ഒന്നും ഒരിക്കലും അത് മാറ്റുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ പൊതു തത്വങ്ങൾ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർത്തേണ്ടതോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ ഈ കാര്യത്തില് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കഴിഞ്ഞ് നിർത്താവുന്നതോ ഒന്നും അല്ല. അത് നിരന്തരമായി ജീവിക്കേണ്ട ഒരു ശൈലിയാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, അതൊരിക്കലും മടുക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരണം ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അത് ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളോ ഇന്നലെ ഉണ്ടായ ആവശ്യങ്ങളോ അല്ല എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അതിനെ മാറ്റിമറിക്കാനും അതിനനുസരിച്ച് അതിനെ രൂപപ്പെടുത്തിയെടുക്കാനും നിരന്തരമായ ആൽക്കഹോളിക്സ് അനോണിമസിനെ പോലെ ഇത്രയും മഹത്തായ ഒരു ജീവിത പദ്ധതി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ലതാണെന്ന് കാണുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇപ്പം പണ്ടത്തെ പോലെ ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കലുകൾ കുറഞ്ഞു. കാരണം അതിൻ്റെ ഉള്ള സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി. എന്നാൽ അനുഗ്രഹം എന്നതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങുകൾ ധാരാളമായി. അതുകൊണ്ട് തന്നെ അതിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പോലെ തന്നെ നിൽക്കുന്നു. ഏതായാലും ഈ കൂട്ടായ്മയിലെ ദിവസവും ഏതെങ്കിലും ഒക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയോ മുഴുവനായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല തന്നെയും ഭാഗികമായിട്ടെങ്കിലും അതിനകത്ത് പങ്കെടുക്കാനുള്ള ശ്രമിക്കാറുണ്ട്. അത് എന്തായാലും അതുകൊണ്ട് ഗുണം തന്നെയായിട്ടുള്ളൂ. അതിനകത്ത് പഴമക്കാരെന്നോ പുതുമക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും അവനവന്റെ അനുഭവം പറയുമ്പോൾ അതിന് കാലപ്പഴക്കത്തിൻ്റെതായ പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും പുതിയ ആൾക്കാരുടെയും
അത് അനുഭവങ്ങൾ നമ്മളെക്കുറിച്ച് പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ വർഷങ്ങളോളം നമ്മുടെ ശ്രദ്ധയിൽ പെടാതിരുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഒരു പുതുമക്കാരൻ സംസാരിക്കുമ്പോഴോ ഈ ഭാഗം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അത്തരം ഗുണങ്ങൾ അതുകൊണ്ട് തന്നെ ഓരോ മീറ്റിങ്ങിലും ഉണ്ടാകുന്നുമുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് പാരമ്പര്യങ്ങളുടെ ആത്മീയതയാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും പാരമ്പര്യങ്ങളായിക്കോട്ടെ, പടികളായിക്കോട്ടെ, അല്ലെങ്കിൽ കൺസെപ്റ്റുകളായിക്കോട്ടെ, അതിനൊക്കെയുള്ള ഒരു ആത്മീയ വശമുണ്ട് എന്നുള്ള ആ തത്വത്തിലാണ് നമ്മൾ ഇതിനെ വിശദീകരിക്കുന്നത്. ഞാനീ പറയുന്നത് തന്നെയാണ് ഇതിന്റെ ശരി എന്നുള്ള അർത്ഥത്തിൽ ആരും എടുക്കരുത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യരുത്. ഓരോരുത്തർക്കും അവനവന്റെ ആലോചനയ്ക്ക് ഒരു കാരണമാകാൻ വേണ്ടി മാത്രം ഈ ആശയത്തെ ഉപയോഗിക്കുക. ഇങ്ങനെയും ഒരു വശം ഇതിനുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഇത് മാത്രമാണ് ഇതിന്റെ ശരിയെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇതിനൊരു പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കും അതിനെ വിശദീകരിക്കാൻ പറ്റുന്നതാവാം. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അങ്ങനെ മാത്രം കണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുക. അപ്പം നമുക്ക് ഇതിനു മുമ്പേ നമ്മൾ 9 പടികളെ കുറിച്ച് 9 പാരമ്പര്യങ്ങളെ കുറിച്ചും പറഞ്ഞു. 10ാമത്തെ പാരമ്പര്യമാണ് നമുക്കിനിയുള്ളത്. അത് 10ാമത്തെ പാരമ്പര്യം എക്ക് മറ്റു വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് എയുടെ പേര് മറ്റ് ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. അതാണ് 10ാമത്തെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിന്റെ എന്താ അതിന്റെ ഒരു ആത്മീയ വശം എന്ന് പറഞ്ഞാൽ ന്യൂട്രാലിറ്റിയാണ്, അല്ലെങ്കിൽ നിഷ്പക്ഷതയാണ്. നമ്മൾ ഒന്നിൻ്റെ അകത്തും നമ്മുടേതായ രീതിയിൽ നമുക്ക് ഒരു പ്രത്യേക അഭിപ്രായമോ പ്രത്യേക ഒരു പക്ഷമോ ചേരുന്നില്ല എന്നിരിക്കൊണ്ട് നമുക്ക് അഭിപ്രായമില്ല എന്നുള്ളതല്ല അതിനർത്ഥം. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരിക്കലും ഒരു കാരണവശാലും ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമാകുന്നില്ല. എന്നാൽ എല്ലാത്തിനകത്തും ഉണ്ടെന്നും കൂട്ടിക്കോ. വ്യക്തികൾക്ക് ഇതെല്ലാം ആവശ്യമുള്ളതല്ലേ. വ്യക്തികൾ ഇതിനകത്ത് ചേരുന്നില്ല, വ്യക്തികൾക്ക് ഒരു അഭിപ്രായമില്ല എന്ന് ഒരിക്കലും അത് അർത്ഥമാക്കുന്നില്ല. സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തികൾക്ക് അഭിപ്രായമുണ്ട്. വ്യക്തികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്, അവരുടേതായ ജോലികളുണ്ട്, അവരുടേതായ മതമുണ്ട്, അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക്, ഒരു സംഘം എന്ന നിലയ്ക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അതിനെ വലിച്ചിഴച്ചുകൊണ്ട് വരുന്നില്ല. കാരണം ഈ വലിച്ചിഴച്ചുകൊണ്ട് വരുന്നത് എപ്പോഴും ഒരിക്കലും ഗുണം ചെയ്തിട്ടില്ല. നമ്മള് മദ്യാസക്തരുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഇത്തരം വലിയ കാര്യങ്ങളിലൊക്കെ, ഇത്തരം വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലയിടാനും അത് വലിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാനും അല്ലെങ്കിൽ അത് കൂടുതൽ വഷളാക്കാനും ഒക്കെ ഉള്ള ഒരു സ്വഭാവ സവിശേഷതയുള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിഷേധ വ്യക്തിത്വം എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ അഭിപ്രായത്തോട് മറ്റൊരാൾ യോജിച്ചോണമെന്നില്ല. ഇനി കാരണമില്ലാതെ തന്നെ വേണമെങ്കിൽ കലഹിക്കാൻ തയ്യാറുള്ളവരാണത്. നേരത്തെ ഏറ്റവും അവസാനം ഷെയർ ചെയ്ത സുഹൃത്ത് അമ്മയായിട്ട് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടെ നിന്ന് മിണ്ടാതിരുന്നാൽ മതി എന്ന കാര്യമല്ലുള്ളൂ. പക്ഷെ മിണ്ടാതിരിക്കുകയല്ല, അമ്മ പറഞ്ഞു തന്നാ പിന്നെ മിണ്ടായിരുന്നാൽ മതിയല്ലോ. അത് തന്നെയാണ്. അത് ആ സുഹൃത്തിന്റെ മതല്ല, എനിക്ക് ആളെ അറിയില്ല, ഞാൻ പറയത് ആ ഒരു സുഹൃത്തിന്റെ മാത്രമല്ല, മദ്യാസക്തരായിട്ടുള്ള എല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. വേണമെങ്കിൽ അവിടെ മിണ്ടാതിരുന്നാൽ തീരുന്ന ഒരു പ്രശ്നം മിണ്ടാതിരിക്കില്ല. അപ്പൊ ഈ കലഹിക്കുന്ന സ്വഭാവം ഉള്ളവരാണ്, നമ്മുടെ കലഹിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂട്ടായ്മ ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ഈ ഒരു കലഹ സ്വഭാവം എടുത്തു മാറ്റിയേ പറ്റുള്ളൂ. നമ്മുടെ കൂട്ടായ്മയുടെ വിജയം അവിടെയാണ്. നമ്മുടെ ഒത്തുചേരലാണ്, നമ്മുടെ ഐക്യമാണ്. ഈ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഭിന്നമായ അഭിപ്രായങ്ങളുടെ സംഘടന ഉണ്ടാകുന്നത്. വിഭിന്നമായ അഭിപ്രായങ്ങളുടെ സംഘടന ഉണ്ടാകുമ്പോൾ അഭിപ്രായങ്ങളില്ല എന്ന് പറയുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ രീതിയിലും എല്ലാ തീരുമാനങ്ങളും കുറെ അധികം ആൾക്കാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവിടെ അല്ലാണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായികയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ള സംഘം തന്നെയാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കാണുന്നതാണ് ഇതിനകത്തെ മൈനോറിറ്റി ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എത്ര ചെറിയ ആൾക്കാരല്ലെ, ചെറിയ സംഘം ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ എണ്ണം ആൾക്കാരായിക്കോട്ടെ, അവരുടെ അഭിപ്രായത്തെ മാനിക്കണം, അവരുടെ അഭിപ്രായം കേൾക്കണം എന്നുള്ളത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്.
അല്ലാണ്ട് ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ അത്രയും വലിയ മഹാഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ടെന്ന് ധരിക്കൊണ്ട് മറ്റൊരാളെ കേൾക്കുന്നില്ല എന്നുള്ള അത് പാടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളുടെ അഭിപ്രായം നല്ല ഒരു അഭിപ്രായം ഉണ്ടാക്കി രൂപീകരിച്ചെടുക്കാൻ, നല്ലൊരു നയം രൂപീകരിച്ചെടുക്കാൻ ഒരുപക്ഷെ ഇങ്ങനൊരു സംവിധാനം ഉള്ളത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഒരുപാട് തീരുമാനങ്ങൾ നമ്മളുടെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്തത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം കേട്ടപ്പോഴാണ്. മഹാഭൂരിപക്ഷത്തിന് തെറ്റുപറ്റായിക്കുണ്ട്. ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നില്ലേ? ഒരു ആൾക്കൂട്ടത്തിനൊന്നാകെ ശരി ചെയ്തോണമെന്ന് കണക്കുണ്ടോ? ആൾക്കൂട്ടത്തിനൊന്നാകെ ശരി ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ വശം വിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വിട്ടിട്ട് ഞാൻ പറയട്ടെ, അട്ടപ്പാടിയില് പണ്ടുവരുന്ന ഒരു ആദിവാസി പയ്യൻ മരിച്ചുപോയത് 100ഓളം ആൾക്കാർ കൂടിയിട്ട് ഒരാളെയാണ് അവനെ വിചാരണ ചെയ്ത്, പരസ്യ വിചാരണ ചെയ്ത് അവസാനം മരിച്ചുപോയി. പക്ഷെ എന്താ ഇത്? അവരെ ശിക്ഷിക്കല്ലേ ഇത്? 100ഓളം ആൾക്കാർ ശരിയാണെന്ന് വിചാരിച്ചൊരു കാര്യം അല്ലായിരുന്നു എന്ന നിയമത്തിനും അല്ലെങ്കിൽ നമ്മളുടെ മാനസിക വശത്തിനും ഒന്നും അത് ശരിയായില്ല. ഒരേ ഒരുത്തൻ ആ ന്യൂനപക്ഷമായിരുന്നു ശരി, കാരണം അവൻ വിശന്നിട്ടാണ് മോഷ്ടിച്ചത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അയാളുടെ വാക്കിനാണ് വല്ല. പക്ഷെ അയാളുടെ ആയുസ് നഷ്ടപ്പെട്ടു എങ്കിൽ പോലും അപ്പം കുറെ അധികം ആൾക്കാരെടുത്ത ഒരു തീരുമാനം എപ്പോഴും ശരിയായിക്കോണമെന്നില്ല. അത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസും ആ നയം തന്നെയാ തീരുമാനിക്കുന്നത്. കുറെ അധികം ആൾക്കാർ പറഞ്ഞത് കൊണ്ട് ശരിയാവണമെന്നില്ല. ചെറിയ ആൾക്കാർ അല്ലെങ്കിൽ എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ അഭിപ്രായവും കേൾക്കണം. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉള്ള സംഘം തന്നെയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തൊരു തീരുമാനമെടുക്കുമ്പോൾ അത് മുൻവിധിയോടെ അല്ലാതെ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്. മുൻവിധിയില്ല. പലപ്പോഴും അതിനാണ് പല സംഘങ്ങളിലും ഉണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും. ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഓരോരോ അക്ഷരമാലയുടെ പേരുകൾ അനുസരിച്ച് അവരൊക്കെ വേർപിരിയുന്നതും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലെയും കാരണം അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഇങ്ങനെ തന്നെയാണ്. ഈ അഭിപ്രായ ഭിന്നതയാണ്. അല്ലെങ്കിൽ അത് ആ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് ഇവിടെ ഒരു ജീവൻ രക്ഷിക്കുന്ന മന്ത്രമാണത്. മരണത്തിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്തുന്ന പരിപാടിയാണ്. അപ്പൊ അവിടെ ഒരു അഭിപ്രായ ഭിന്നതയുടെ പേരില്, ഒരു മുൻവിധിയുടെ പേരില് ഇത് കലഹിച്ച് പിന്മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിയുടെ സുഖപ്പെടൽ തടസ്സപ്പെടും. കാരണം കൂട്ടായ്മയിൽ ഐക്യമില്ലാണ്ടാകും. കൂട്ടായ്മയിൽ ഐക്യമില്ലാതാകുമ്പോഴാണ് വ്യക്തിയുടെ സുഖപ്പെടൽ തടയുന്നത്. ഇവിടെ വ്യക്തിയുടെ സുഖപ്പെടലിനാണ് ഏറ്റവും പരമമായ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിയുടെ സുഖപ്പെടൽ തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിയുടെ സുഖപ്പെടൽ നമ്മുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏക ലക്ഷ്യം അത് തടസ്സപ്പെടുകയെന്ന്. ആ ഏക ലക്ഷ്യത്തിനെ തടസ്സപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോലെ തന്നെ ഇപ്പം എന്തുകൊണ്ട് എയുടെ മൂന്നാമത്തെ പാരമ്പര്യം എഴുതിയ മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് എന്ന് വെച്ചു. നേരത്തെ അതിന് ആദ്യം നമ്മുടെ പ്രിയാമ്പിളിലും ഒക്കെ വന്നിരുന്ന അങ്ങനെയാണ്, മദ്യപാനം നിർത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം എന്നുള്ളത്. പിന്നീട് അത് തിരുത്താൻ വേണ്ടി വന്ന ആലോചനയിൽ ഏറ്റവും പ്രധാനമായി വന്നത് ആരാണ് മദ്യപാനം മദ്യപാനികളായിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ കൂട്ടായ്മയിലെ അംഗത്വം എന്ന് നിഷ്കർഷിക്കുകയും പിന്നെ ആര് തീരുമാനിക്കും ഇപ്പം വന്ന ആൾക്കാരുടെ ആത്മാർത്ഥത എത്രയുണ്ടെന്ന്? ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ കുടി നിർത്തിയവൻ ഇന്ന് കുടി നിർത്താൻ വന്നവന്റെ ആത്മാർത്ഥത എങ്ങനെ ചെക്ക് ചെയ്യും? അത് തന്നെയാ അതിനകത്ത് നാം അത് ഒഴിവാക്കാൻ കാരണം. ഇതിനകത്ത് അത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചത് അതുകൊണ്ട് തന്നെയാ. മറ്റൊരാളുടെ ആത്മാർത്ഥത ചെക്ക് ചെയ്യാനോ മറ്റു കാര്യത്തിനോ അയാൾക്ക് കുടി നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ ബാറിലിരിക്കുമ്പോഴാണ് അയാൾക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹം വന്നാലോ അയാളെ സ്വീകരിക്കാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല. അയാൾ ആ വന്നിരിക്കുന്ന കൂട്ടായ്മയിൽ ആ ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാക്കത്തോളം സമയം അയാളെ ആ കൂട്ടായ്മയിൽ തുടരാൻ അനുവദിക്കണം. അയാൾക്ക് അവിടെ ആ മീറ്റിംഗ് നടത്തുന്നതിൽ തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ സ്നേഹത്തോടെ വിളിച്ച് പുറത്തു കൊണ്ടിട്ട് അടുത്ത ദിവസം വരിക, നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ്, ഒന്നെങ്കിൽ നിശബ്ദമായിരിക്കുക അല്ലെങ്കിൽ അടുത്ത ദിവസം വരിക എന്ന് പറഞ്ഞാൽ അയാളെ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു വിടാനാ പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അയാളെ അവിടുന്ന് ആട്ടി പുറത്താക്കി വാതിലടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അയാൾക്ക് നാളെ
അങ്ങോട്ടേക്ക് കടന്നു വരാനുള്ള ആ ഒരു സ്നേഹത്തിന്റെ ക്ഷണം കൊടുത്തു തന്നെ അയാൾക്ക് പറഞ്ഞു വിടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരം അനുഭവങ്ങളുണ്ട്, പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ബഹളമുണ്ടാക്കിയ ആൾക്കാര് ഇന്നും വർഷങ്ങളായിട്ട് എയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ പറഞ്ഞത് മറ്റേതെങ്കിലും സ്ഥലത്ത്, ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോലും ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ ഉറപ്പായിരുന്നു എനിക്ക് അടി കിട്ടുമായിരുന്നു. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലാണ് എനിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ട്. അതുകൊണ്ട് അയാൾ പിറ്റേ ദിവസം അത് തേടി പിടിച്ചു വന്നു. എവിടെയോ പോയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് മാത്രം അറിയാവുന്ന ആള് പിന്നീട് അടുത്ത ദിവസം അയാള് മീറ്റിങ്ങിന് വരികയും വർഷങ്ങളായിട്ട് അയാൾ ഇപ്പോഴും കുടിക്കാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മാത്രമുള്ള ഈ ഒരു മഹത്വമാണ്. അത് ആ ഒരു സ്നേഹത്തിലൂന്നിയ കൂട്ടായ്മയുടെ ആ ഒരു വലിയ കരസ്പർശം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരാൾക്ക് നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കും പെടുന്നില്ല. നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുത്തതല്ല ഇങ്ങനെയൊന്ന്. നമുക്ക് ഈ 10ാമത്തെ പാരമ്പര്യം രൂപീകരിക്കുന്നതിന് ഏറ്റവും അതിനെ സഹായിച്ചു 10ാമത്തെ പാരമ്പര്യമല്ല, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന എല്ലാ പാരമ്പര്യങ്ങളും അത് രൂപീകരിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത് വാഷിംഗ്ടോണിയൻസ് എന്ന് പറഞ്ഞ അവരുടെയാണ്. വാഷിംഗ്ടൺ ടെമ്പറൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ 1840-കളിൽ തുടങ്ങിയ, വെറും 6 പേർ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം 7 വർഷം കൊണ്ട് അത് ലക്ഷത്തിന് മേലെയായി. 6 കുടിയന്മാര്, മദ്യപാനികളായിട്ടുള്ളവർ തന്നെയാണ് ചേർന്നത്. മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയായിരുന്നു അവർ ഒരുമിച്ച് ചേർന്നത്. അവരുടെ അന്നത്തെ പേര് നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക തന്നെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാകുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ് ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ടിയിരുന്നതാണ്. അത് അത്രയും വലിയ അമേരിക്കയിലെ ബാൾട്ടിമോർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. 1 ലക്ഷത്തിന് മേലെ ആയുള്ള, 1 ലക്ഷം അല്ല, 7 വർഷം കൊണ്ട് ഒരുപാട് ലക്ഷങ്ങളായിട്ട് വന്നു. പക്ഷേ അന്നത്തെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് ഇത് പോയി ചാടി. പ്രത്യേകിച്ചും മദ്യനിരോധനം, അതുപോലെ അടിമ വ്യാപാരം, വർണ്ണവിവേചനം തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളിലതൊക്കെ അഭിപ്രായം അന്ന് വളരെ രൂക്ഷമായി പൊതുജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നുകൊണ്ട് തന്നെ ക്രമേണ ഇതിനകത്ത് ഈ ചർച്ചകളിലെത്തി ഇതും പോയി ചാടി. അത് വരാനുള്ള കാരണമുണ്ട്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കിയ ഒരു കാര്യമുണ്ട്. അതിനകത്ത് ഈ പ്രചാരണത്തിനായിട്ടുള്ള ആൾക്കാരെ വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ അന്ന് അവരത് ചെയ്തു. വാഷിംഗ്ടോണിയൻ മൂവ്മെന്റിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും ഏകദേശം 1.5 ലക്ഷത്തിൽ താഴെയുള്ള ആൾക്കാരെ ഉണ്ടാകുന്നുള്ള അതിനകത്ത് ആൽക്കഹോളിക്ക്. ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ, കുട്ടികൾ, പ്രത്യേകിച്ചും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അതിനകത്തുണ്ടായിരുന്നു. അവരായിരുന്നു ഇതിന്റെ പ്രചാരകരായിട്ട് നിന്നത്. പിന്നെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരിതിന്റെ പ്രചാരകരായിട്ട് വന്നു. ചുരുക്കം പറഞ്ഞ എന്തായാലും അവർക്ക് നമ്മളുടെ ഈ പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്ന സാധനം അവർക്കില്ല, പ്രൈമറി പർപ്പസ് അവർക്കില്ലായിരുന്നു. മദ്യപാനം നിർത്തണം എന്നുള്ള ആവശ്യം അവർക്കില്ലല്ലോ. അവർക്കൊക്കെ മറ്റു കാര്യങ്ങളല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക്, ചർച്ചയിലേക്ക് പോയി. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ്, അന്നത്തെ വാഷിംഗ്ടോണിയൻ ഗ്രൂപ്പിന്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാര് പൊതുവേദികളിൽ, മറ്റു സ്ഥലങ്ങളിൽ അവർ മറ്റു സംഘങ്ങളുമായി ചേർന്നിട്ടുള്ള വാദപ്രതിവാദങ്ങളിലും മറ്റു പ്രശ്നങ്ങളിലും പോയി ചാടി. ഈ കൂട്ടത്തിൽ വരുമ്പോൾ ഇതിനകത്ത് അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ അവർ പൊതുജനത്തിന് മുമ്പിൽ മറ്റ് തർക്കങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ടുള്ളവരും, അതിനകത്ത് പ്രാദേശികവാദവും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. സ്വാഭാവികമായിട്ടും സംഭവിച്ചത് 7 വർഷം കൊണ്ട് ലക്ഷം ആൾക്കാർ വന്നെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് 1840 തുടങ്ങി 47 അതിന്റെ പീക്ക് അതിനകത്ത് എത്തി. 52-ലായപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്ന് തരിപ്പണമായിപ്പോയി. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു എന്നുള്ളതല്ല പറയുന്നത്. പക്ഷെ ക്രമേണ അത് ചരിത്രത്തിൽ നിന്ന് അങ്ങ് മാഞ്ഞുപോയി. അവസാനം ഉണ്ടായിരുന്ന ബാൾട്ടിമോറിൽ ഉണ്ടായിരുന്ന ഒരു ആശുപത്രി സംവിധാനം അവരുണ്ടാക്കിയിരുന്നു, അത് മാത്രമാണ് ബാക്കി നിന്ന്. അതും ക്രമേണ അതും നാമാവശേഷമായി പോയി. ആൽക്കഹോളിക്സ് അനോണിമസിനെ ഇത് രൂപപ്പെടുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ വാഷിംഗ്ടോണിയൻസ് ആണ്. ഈ ഷെയറിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ മദ്യാസക്തർക്ക് ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് തന്നതും വാഷിംഗ്ടോണിയൻസ് ആണ്. എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു തന്നതും വാഷിംഗ്ടോണിയൻസ് ആണ്.
എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം ഒന്നാമത്തെ പാരമ്പര്യമാണ് നമുക്ക് നമ്മുടെ പൊതുനന്മ എന്താണ്, വ്യക്തിയുടെ സുഖപ്പെടലിന്റെ കൂട്ടായ്മയുടെ ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ വരുന്ന ബാക്കിയുള്ള 11 എണ്ണവും വരുന്നത് ഈ ഐക്യത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ. അപ്പൊ ആ തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി നിർത്താൻ, കാരണം തടസ്സമായി ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ചരിത്രത്തിൽ നമ്മൾക്ക് തെളിയിച്ചു തന്നാണ് ഈ വാഷിംഗ്ടോണിയൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിനകത്ത് പെടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. തീർച്ചയായിട്ടും ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ നമ്മളെ അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ഒരു കൂട്ടത്തിന്റെ പരാജയം അത് നമ്മളെ വലിയൊരു പാഠം പഠിപ്പിച്ചു തന്നു. നമ്മുടെ പൂർവികരായിട്ടുള്ളവർ തന്നെയാ, അവരും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളുള്ളവരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് തീവ്രമായി ആഗ്രഹിച്ചു പരിശ്രമം. പക്ഷേ അവർക്കത് കിട്ടിയില്ല. അവർക്ക് കിട്ടാതെ പോയി. അവർ തന്ന പാഠത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മളിത് സ്വീകരിക്കുകയും നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പാഠങ്ങൾ പഠിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ഇതിനകത്തുള്ളത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ നിഷ്പക്ഷത പാലിക്കേണ്ടതുണ്ട് എന്ന്, പൊതുവായ പ്രശ്നങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾക്ക് ഇടപെടേണ്ട കാര്യമില്ല. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്വയം മദ്യപിക്കാതിരിക്കുക, മറ്റുള്ളവരെ രോഗശമനത്തിനായി സഹായിക്കുക. ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമുക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചർച്ചയിലേക്ക് വരുന്നതല്ല. ബാക്കി നമുക്ക് ഒരുപാട് കാര്യം, നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ജീവിത പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നതിനും അതിനെ തരണം ചെയ്യുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആത്മീയമായ ഒരു തത്വത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് സ്വയം ആർജിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. അത് ഇന്ന പോലെ ചെയ്യണമെന്ന് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഏയുടെ പടികൾ ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടം പോലെ ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. നിർബന്ധമൊന്നുമില്ല അതെങ്ങനെ ചെയ്യണമെന്നോ എപ്പം തുടങ്ങണമെന്നോ. പറയപ്പെടുന്ന ഏയുടെ പടികളെ കുറിച്ച് അങ്ങനെയാ പറയുന്നത്. അത് കുളത്തിന് വട്ടത്തിൽ കെട്ടിയ സ്റ്റെപ്പാണ്, അതിന്റെ എവിടെയും പോയി കയറാം നമുക്ക്. അല്ലാണ്ട് ഒന്നാമത്തെ പടിയിൽ തുടങ്ങി രണ്ടാമത്തെ പടിയിലേക്ക് തഴുക്കെ കയറണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. കുളത്തിന് വട്ടത്തിലുള്ള വെള്ളത്തിന് നമുക്ക് എവിടെ വേണമെങ്കിൽ ഏത് ഭാഗത്ത് പോയി കയറാമല്ലോ എന്ന് പറഞ്ഞല്ലോ. ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടം പോലെ അത് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ പാരമ്പര്യങ്ങൾക്ക് അങ്ങനെയല്ല. പാരമ്പര്യങ്ങൾ അതിന് കൃത്യമായ ഒരു നിർവചനം മാത്രമേ ഉള്ളൂ, അതിന് വ്യത്യസ്തമായ നിർവചനങ്ങളില്ല. പടികൾ ഓരോരുത്തർക്കും ഓരോ കാലദേശത്തിനനുസരിച്ചും വ്യക്തികളുടെ സ്വഭാവത്തിനനുസരിച്ചും അവർ ചെയ്യുന്നതും അവരതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും എല്ലാ കാര്യങ്ങളിലും ഒക്കെ വ്യത്യസ്തമായിരുന്നുണ്ടെങ്കിൽ, പക്ഷേ പാരമ്പര്യത്തിന് അതില്ല. പാരമ്പര്യം എന്തുകൊണ്ട് ഈ പാരമ്പര്യം പാലിക്കണം എന്നുള്ളത്, ഓരോ പാരമ്പര്യത്തിനും ഇതുപോലെയുള്ള നമ്മൾ നമ്മൾ ഇതിനു മുമ്പിലേ പറഞ്ഞതാണ്, സ്ട്രക്ചർ ആയിരുന്നു, ഘടന. എങ്ങനെ ഒരു ഘടന നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമുക്കൊരു ഘടന എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അത് നമ്മളുടെ കുടുംബജീവിതത്തില്, നമ്മളുടെ ജോലി സ്ഥലത്ത്, സൗഹൃദത്തില്, നമ്മുടെ കൂട്ടായ്മയില് ഒക്കെ ആ ഘടന എങ്ങനെ കൃത്യമായി നിലനിർത്തണമെന്നും അതിന്റെ ഗുണഫലങ്ങൾ എങ്ങനെ ആസ്വദിക്കണം എന്നും നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. അപ്പൊ ഇവിടെയും ഈ നിഷ്പക്ഷത നമുക്ക് എവിടെയല്ല. നിഷ്പക്ഷത അതൊരു കുറവോ കാര്യങ്ങളോ അല്ല. നിഷ്പക്ഷത ഒരിക്കലും നമ്മുടെ ഒരു ബലഹീനതയായിട്ട് ഒരിക്കലും കാണേണ്ട കാര്യമില്ല. നിഷ്പക്ഷത ഒരിക്കലും വേണം. അത് പോരാടാതിരിക്കും. ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടാവും, ഒന്ന് ഒഴിവാക്കാൻ പറയൂ. പോരാടാതിരിക്കുന്നത് ഒരു ഗുണം മാത്രമല്ല, അതാണ് ശരി. അതുകൊണ്ടാ നമ്മൾ പോരാട്ടം ഇതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. ഈ കൂട്ടത്തിനുള്ളിൽ നമുക്ക് പോരാട്ടത്തിന്റെ ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും പക്ഷം ചേരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോരാട്ടം ഉണ്ടാവുമല്ലോ, അവിടെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഓരോരുത്തരും അവനവന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള തത്വം അല്ലെങ്കിൽ നമ്മുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം നമ്മൾ മറക്കും, അല്ലെങ്കിൽ നമ്മൾ ആ പക്ഷത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകും. അപ്പൊ ഇവിടെ നമുക്ക് അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം, ആ പാരമ്പര്യങ്ങൾ എന്താണ് അനുസരിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും പൊതുവായിട്ട് നമ്മൾ ആൽക്കഹോളിനെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുന്നില്ല, ഏതെങ്കിലും ഭാഗത്ത് പറയാൻ പോകുന്നില്ല. ആൽക്കഹോളിസത്തിനെ കുറിച്ച് നമ്മളൊരു നിർവചനം കൊടുക്കുന്നില്ല. ഏതെങ്കിലും മദ്യം നല്ലതാണെന്നോ മോശമാണെന്നോ പറയുന്നില്ല. GSO ഇന്ത്യ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു
7 8 മറ്റായിട്ടുള്ള ഒരു സമയത്ത് വലിയൊരു അബദ്ധം പറ്റി. അബദ്ധം GS70 അല്ല പറ്റിയത്, പക്ഷെ വലിയൊരു കേസില് ഡൽഹി ഹൈക്കോടതിയിൽ വലിയൊരു കേസ് വന്നു. ഒരു പരസ്യ കമ്പനി മദ്യാസക്തി നിങ്ങൾക്കൊരു പ്രശ്നമാണോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സാധാരണ ഉള്ള ആൽക്കോളിക്സ് അനോണിമസ് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുള്ള ആ പരസ്യത്തിനകത്ത് ഒരു കുപ്പി ചെരിഞ്ഞു കിടക്കുന്ന ഒരു രേഖാചിത്രമേ ഉള്ളൂ. അതിന്റെ മുകളില് 3X വരെ ഉണ്ടായിരുന്നു, 3X ഉണ്ടായിരുന്നു. ABC എന്ന് വെറുതെ പേര് വിട്ടു, 3X അങ്ങനെയാ വിട്ട്. ആ പരസ്യം വന്ന അങ്ങനെയാണ്. ABC എന്ന് സാധാരണ നമ്മളില്ലേ ഒരു പേരും ഇല്ലെങ്കിൽ നമ്മൾ ABC എന്ന് ഇടുകയല്ലേ. പക്ഷെ കഷ്ടകാലത്തിന് ഉത്തർപ്രദേശിലോ മറ്റോ അവിടെ ഒരു ABC ഗ്രൂപ്പ് മദ്യം ഉൽപാദകരുണ്ടായിരുന്നു. അവർ കൊണ്ട് കേസ് കൊടുത്തു. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് ABC ഗ്രൂപ്പിന്റെ മദ്യത്തിനെതിരെ മാത്രം പ്രചരണം നടത്തി എന്നായിരുന്നു വന്നത്. നോക്കണം, ഓരോ പ്രശ്നത്തിൽ പോകുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ നിഷ്പക്ഷത പാലിക്കേണ്ടതുണ്ട്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിന് വളരെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് സംഭവിച്ചത്. ഭാഗ്യത്തിന് തന്നെ അവര് കുറച്ചൊന്നുമല്ല, 2.5 കോടി ഉറുപ്പികയ്ക്കാണ് നഷ്ടപരിഹാരത്തിന് അവര് കേസ് കൊടുത്തത്. ആൽക്കഹോളിക്സ് അനോണിമസ് എവിടുന്ന് ഈ 2.5 കോടി ഉണ്ടാക്കുന്ന? ഈ 2010 മുമ്പത്തെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മളുടെ GS70 ഒക്കെ സ്ഥിതി അത്രമാത്രം ദയനീയമായിരുന്നു. കാരണം 10 പൈസ പോലും കയ്യിലില്ലാതെ ഗതികെട്ട് നിൽക്കുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. പക്ഷെ അതിനൊരു അനുകൂലമായിരുന്നു. ഈ പരസ്യം മുമ്പ് ഒരു പരസ്യ കമ്പനിക്ക് കൊടുത്തായിരുന്നു, അവരത് പരസ്യം ചെയ്യാമായിരുന്നു. പിന്നീട് അവര് എയുടെ സമ്മതം ഇല്ലാണ്ട് അവരങ്ങ് പരസ്യം ചെയ്തായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ആ കേസ് എങ്ങനെയാ തേഞ്ഞു വാഞ്ഞു പോയതെന്ന് എനിക്കറിയില്ല. ഏതായാലും ആ കേസ് തീർപ്പായി പോയി. കുറെ വർഷങ്ങളോളം പിന്നെ നിന്നായിരുന്നു. കാരണം നിസ്സാരമായിട്ടുള്ള ഒരു പരസ്യം വന്നത് ഇതുപോലെയായി. വെറുതെ നമ്മൾ ശ്രദ്ധിക്കാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ഓരോരോ അബദ്ധങ്ങൾ പലപ്പോഴും പറ്റാറുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ അറിയാതെ നമ്മളെ കൊണ്ടേ ഓരോ ഇതിനകത്ത് പോയി നമ്മൾ പെട്ടുപോകുന്നത്. അത് വളരെ നിർദോഷകരമായിട്ട് ഒരു പരസ്യ കമ്പനി സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും നമ്മളുടെ പേര് ഉൾപ്പെടാതിരിക്കാൻ, നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്താണ് എന്ന് വരുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇടപാടുകളിനകത്തും പോയി പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫലപ്രാപ്തിയെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മള് ഈ തരത്തിലുള്ള മദ്യത്തെ കുറിച്ചുള്ള പറയുന്ന അഭിപ്രായ പ്രകടനങ്ങളില് ഏതെങ്കിലും ഒരു ഇത്ര പെർസെന്റേജിന് താഴെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നോ, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് മുകളിലുള്ളതാണ് കുഴപ്പമെന്നോ, ഇത്തരം കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയാനോ, അല്ലെങ്കിൽ വീര്യം കൂടിയ മദ്യെന്നോ വീര്യം കുറഞ്ഞ മദ്യെന്നോ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് പലപ്പോഴും പറയുന്നതും അബദ്ധമുണ്ടാക്കാം. ഇന്നിപ്പോ ഏത് സാധനങ്ങളും റെക്കോർഡിംഗ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞതാണെങ്കിൽ ഇപ്പം അതിന്റെ പേരിൽ നമ്മളിപ്പോ ആരും പ്രോസിക്യൂട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ അതിന്റെ വക്താവാണെന്നുള്ളതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലെങ്കിൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസിനെ അത് ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒഴിവാകണം. അത് നമ്മൾ പ്രത്യേകം നമ്മുടെ പബ്ലിക് ഇൻഫർമേഷന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കി അറിയേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ PI വർക്കുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് അത്തരം കാര്യങ്ങൾ മദ്യത്തെക്കുറിച്ചോ മദ്യാസക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പുനരധിവാസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതു ആയിട്ടുള്ള എന്തെങ്കിലും പബ്ലിക് ഇഷ്യൂവിൻ്റെ അകത്ത് എയ്ക്ക് ഒരു കാരണവശാലും ഒരഭിപ്രായവും പറയാൻ പാടില്ല. കാരണം എയുടെ അഭിപ്രായത്തിന് അതിനകത്ത് യാതൊരു പ്രസക്തിയില്ല. അതിനുവേണ്ടി നിൽക്കുന്ന ഒരു സംഗതിയേ അല്ല. അതിനകത്ത് വ്യക്തികൾക്ക് പറയാലോ, നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായമുണ്ട്. രാഷ്ട്രീയത്തിലായിക്കോട്ടെ, മതത്തിലായിക്കോട്ടെ, വിശ്വാസത്തിലായിക്കോട്ടെ, ആചാരങ്ങളിലായിക്കോട്ടെ, ഏതിൻ്റെ അകത്തും നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട്. അത് നമ്മളുടേതാ. സണ്ണി എന്ന നിലയ്ക്ക് എനിക്ക് എന്താ അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ ഈ കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാൻ പോകരുത്. അഭിപ്രായം പറഞ്ഞാൽ എന്താകും എന്ന് ചോദിക്കുന്നതിനാണെങ്കിൽ അത് ഒരിക്കലും ഒരു മെമ്പർക്ക് യോജിച്ച ഒരു അഭിപ്രായവും അല്ല. ഒരാളിപ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ അനോണിമിറ്റി ലംഘിക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു, എന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാൽ എന്നെ ഇപ്പൊ എന്ത് ചെയ്യാനോ ഒന്നുമില്ല. എക്കൊന്നും പറ്റിയല്ല, പക്ഷെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ അതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. പക്ഷേ വ്യക്തി എന്ന നിലയ്ക്ക് ചെയ്യുന്നവരെല്ലാം ഒരു ഗ്രൂപ്പോ ഒരു ഇന്റർ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഏരിയയോ ഒക്കെ അത് ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാതിരിക്കണം. അത് നിർബന്ധമാണ്.
അവിടെ ഒരു ഗ്രൂപ്പിനോ ഒരു ഇന്റർ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഏരിയയ്ക്കോ ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ചെയ്യാന്ന് പറഞ്ഞ് ഒരിക്കലും പറ്റില്ല. അത് എനെ വളരെ കൃത്യമായിട്ട് തന്നെ ശരിക്കും ആ ഭാഗത്തുള്ള എനെ ബാധിക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും അത് പാടില്ലാത്തതാണ്. അപ്പൊ ഇവിടെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ട് തന്നെയായിരിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിഷ്പക്ഷത പാലിക്കേണ്ടത്, പബ്ലിക് ഇഷ്യൂവിൽ നമ്മൾ അഭിപ്രായം പറയേണ്ടത്, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പിന്നെ എന്തെങ്കിലുമുള്ള സമൂഹത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിലോ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ വഴക്കുകളിലോ അല്ലെങ്കിൽ അതേപോലുള്ള മതപരമായ ആചാരങ്ങളിലോ ഉത്സവങ്ങളിലോ ഒക്കെ പറഞ്ഞ പോലെ എയുടെ നമ്മൾ പബ്ലിക് ഇത് കൊടുക്കാം, നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും പ്രശ്നം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. പലരും അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ അത്. കാരണം അത് ഏതെങ്കിലും ഒരു സമുദായത്തിനോ അതിനൊക്കെ എതിരെയായിട്ട് പ്രവർത്തിക്കുന്നവർ അതിനിടയിൽ കുത്തിത്തിരിപ്പുമായിട്ട് വന്നതാണ്, ഇത് എന്ന് പറയുന്നത് മറ്റെന്തോ ആണ്, മറ്റൊരു മതത്തിന്റെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ സ്വാഭാവിക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാവുകയും അവരതിന് മാപ്പ് തന്നുകൊണ്ട് അല്ല മാപ്പ് പറഞ്ഞുകൊണ്ട് അവര് പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നതുണ്ടായി. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ കുറ്റമല്ല. നമ്മുടെ കുറ്റം അല്ലാതെ തന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ അബദ്ധം പറ്റിയാലോ? അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി നമ്മള് കൃത്യമായി നമ്മളത് പാലിക്കണം. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിഷ്പക്ഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പബ്ലിക് ഇഷ്യൂസിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളിലും ഇത് തന്നെയാണ് പാലിക്കേണ്ടത്. അത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടത് തന്നെയാണ്. അത് നമ്മളുടെ ഫലപ്രാപ്തിയെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം വ്യക്തിപരമായി നമുക്ക് എന്ത് നിലപാടുകൾ വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ അത് എനെ പൊതുവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തെ പൊതുവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. അതാണ് ഏറ്റവും ഉചിതമായ രീതി. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിഷ്പക്ഷത പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിഷ്പക്ഷത പാലിക്കുന്നിടത്ത് നമ്മൾ വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഗ്രൂപ്പ് ഇൻവെന്ററി എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കണം. അതിനാണല്ലോ ഗ്രൂപ്പിന്റെ ബിസിനസ് മീറ്റിംഗ് നടത്തുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തതിനെ കുറിച്ചും ചർച്ച ചെയ്യണം. നമ്മൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ചെയ്തതും കഴിഞ്ഞ മാസം ചെയ്തതും അതിന്റെ ഗുണങ്ങളെ കുറിച്ചും നമ്മളുടെ ബിസിനസ് മീറ്റിംഗിൽ ചർച്ച ചെയ്തിരിക്കണം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ പൊതുസമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ എയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായി വ്യക്തിയെ കുറിച്ചല്ല നമ്മൾ അതുകൊണ്ട് ഒരു പൊതുവായ മീറ്റിങ്ങിൽ ഒരു കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചികിത്സാലയങ്ങളിലോ അല്ലെങ്കിൽ ഈ ജയിലുകളോ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ആശുപത്രികളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെയുള്ള ആൾക്കാർ നിങ്ങളെ വ്യക്തിയായിട്ടല്ല കാണുന്നത്, അവർ എന്ന രണ്ടക്ഷരത്തെ കുറിച്ച് അവർ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുകൊണ്ട് അവിടെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന തകരാറ് എയുടെ തകരാറായിട്ട് അവർ തെറ്റിദ്ധരിക്കും. അതെന്റെ മാത്രം, ഞാനല്ലേ പറഞ്ഞ, എന്റെ പ്രശ്നമല്ലേ, എന്റെ കുഴപ്പമല്ലേ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. അവരിന് മുമ്പിലെ കേട്ടിട്ടില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് എയുടെ പബ്ലിക് ഇൻഫർമേഷൻ മീറ്റിങ്ങുകളിൽ ഇത്തരത്തിലുള്ള മെസ്സേജ് കൊടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ തീർത്തും അതിനെക്കുറിച്ച് അറിയാവുന്നവരും പരിചയസമ്പന്നരുമായിട്ടുള്ള ആൾക്കാർ പോകണം എന്ന് പറയുന്നത്. അത് പലപ്പോഴും അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഗ്രൂപ്പുകളിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. അതെന്താ പുതുമക്കാർക്ക് ഇത് പോകണ്ടേ, എല്ലാരും തുല്യരല്ലേ എന്നൊക്കെ പറഞ്ഞ്. ശരിയാ, തുല്യരൊക്കെ തന്നെയാ, തുല്യരല്ലാന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഇത് അത് മനസ്സിലാക്കിയിട്ട് പോകല്ലോ അല്ലത്. പുതുമക്കാർ പോകണം, അവര് ശ്രദ്ധാപൂർവം കേട്ട് അത് എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നതെന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് അവർ പറയണം. അല്ലാണ്ട് പുതുമക്കാരെ എല്ലാ കാലത്തും ഒഴിവാക്കുന്നതല്ല. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ. അല്ലാണ്ട് നമ്മൾ ഒരു കാരണവശാലും അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എയുടെ അബദ്ധമായിട്ട്, എയുടെ തകരാറായിട്ട്, എയുടെ കുറ്റമായിട്ട് അതിനെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് നിഷ്പക്ഷത പാലിച്ച് തന്നെ സംസാരിക്കണം. പാരമ്പര്യങ്ങളെ അതുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കെ
വളരെ ശ്രദ്ധാപൂർവം അതിനുവേണ്ടി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. ഇപ്പൊ എല്ലാവരും എയിലുള്ള മെമ്പർമാർക്ക് എല്ലാവർക്കും ഒരേ കഴിവല്ലല്ലോ. വ്യക്തിപരമായ ചിലർക്ക് ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാകുമായിരിക്കാം, ചിലർക്ക് അല്ലെങ്കിൽ ചായ കൊടുക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്. സംഘടിപ്പിക്കാനുള്ള അപാരമായ മിടുക്കുള്ള എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അവർ പലപ്പോഴും അവരൊന്നും രാഷ്ട്രീയക്കാർ തന്നെ കാണത്തില്ലേ. അവരൊരിക്കലും ഒരു സ്റ്റേജിൽ കയറുന്നവർ പ്രസംഗിക്കാറില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ വ്യക്തിക്കും അവരുടേതായ കഴിവുകളുണ്ട്. അപ്പൊ അവരെല്ലാം എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടെന്നുള്ളതല്ല. അപ്പൊ അതൊക്കെ അതിനനുസരിച്ചുള്ള ആൾക്കാർ ചെയ്യുക, അതിനനുസരിച്ചുള്ള നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഇൻഫർമേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും പറയാറുണ്ട്, ആദ്യം വേണ്ടത് ഒരു ഇന്റേണൽ അവയർനെസ് ആണ്. പബ്ലിക് ഇൻഫർമേഷൻ മുമ്പേ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, അത് എങ്ങനെ പറയണം, എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ആദ്യം ഒരു ഇൻഫർമേഷൻ കൊടുക്കണം, ഒരു അവയർനെസ് ഉണ്ടാവണം. എന്നിട്ടാണ് നമ്മൾ അത് കൊടുക്കേണ്ടതെന്നാ പറയുന്നത്. ഞാനിത് പ്രത്യേകം പറഞ്ഞൊന്നല്ല, നമ്മളെ പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് ബുക്കിന്റെ ഫസ്റ്റിലെ തന്നെ ഏറ്റവും ആദ്യം എഴുതിയേക്കുന്നതാ. അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് ആദ്യം വേണ്ടത് അങ്ങനെയാണ്. അപ്പൊ അതും ഇതിനോട് ചേർന്ന കാര്യം തന്നെയാണ്. ഈ നിഷ്പക്ഷതയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. കാരണം നിഷ്പക്ഷത തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു അവയർനെസ് നടത്തിയതിന് ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരിക്കലും ചെയ്യാതെ അടുത്ത 5 കൊല്ലത്തേക്ക് ഇന്റേണൽ അവയർനെസ് തന്നെ നടത്തിക്കൊണ്ട് അതിന് ശേഷം പബ്ലിക് അവയർനെസ് നടത്താം എന്ന് വിചാരിക്കാൻ പോകണ്ട. അതിനല്ല, ആ അർത്ഥത്തിലല്ല അതിനെ ഉദ്ദേശിച്ചത്. മറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനു മുമ്പിലെ നമ്മളുടെ ഇടയിൽ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തുകയാണെങ്കിൽ അത് വളരെയധികം ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത്തരം കാര്യങ്ങളിലൊക്കെ അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ ഈ കാര്യം ചെയ്യണം. നമ്മൾ നിഷ്പക്ഷത പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ മതപരമായ സംഘങ്ങളിൽ ചെന്നപ്പോൾ അവിടെ മറ്റൊരു മതത്തിനെയോ അല്ലെ മറ്റൊരു സ്ഥാപനത്തിനെയോ നമ്മൾ അവഹേളിക്കുന്നവരെ, അവർക്കത് പറ്റുകയെന്നുള്ളവരോ, അല്ലെങ്കിൽ ആ ചെന്നിരിക്കുന്ന നമ്മളെ വിളിച്ച ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അവർ നല്ല എന്നുള്ള ധ്വനി ഉണ്ടാകുന്ന തരത്തിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ അനുഭവം ഉണ്ട്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ തകരാറുകൾ കൊണ്ട് എഐക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ പല വാതിലുകളും അടഞ്ഞു പോയിട്ടുണ്ട്. ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ, പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവിടെ കടന്നു ചെല്ലാൻ പറ്റാത്ത പോലെ തന്നെ ആ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞുപോയി. ഇങ്ങനത്തെ പ്രത്യേകിച്ചും മതപരമായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും കരുതേണ്ടതുണ്ട്. അവർക്കൊക്കെ എന്തോ നമ്മളെ വളരെ സംശയത്തോടെ തന്നെയാണ് നോക്കുന്നത്. ഇവരെന്തോ വേറെന്തോ ആൾക്കാരാണോ, പുതിയൊരു മതമാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നലും കൂടെ ഉണ്ട്. അപ്പൊ അവർക്കത് മനസ്സിലാകാത്തതിന്റെ പേരിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നോക്കണം. അതേപോലെ തന്നെ ജയിലുകളിലെ അതേപോലെയുള്ള ഈ ആശുപത്രികളിലെ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ, ഗവൺമെന്റ് സ്ഥാപനങ്ങള് അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതെ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണ്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടേതാണ് അത്തരത്തിലുള്ള അത് നമ്മളെ സ്റ്റിക്കറുകൾക്കോ ബാനറുകൾക്കോ പോലും അതിൻ്റെതായ എന്തെങ്കിലും ഛായ തോന്നിക്കുന്ന തരത്തിലുള്ള കളറുകളോ വാക്കുകളോ പോലും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എയെ കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു പക്ഷം എന്നൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അതിനൊരു പ്രത്യേക ഒരു ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ അവിടെ എന്താ എയെ കുറിച്ച് നമുക്ക് ഔദ്യോഗിക പക്ഷം അല്ല, എയ്ക്ക് ഒരു പക്ഷമുണ്ട്. പക്ഷെ അവിടെ എന്തായിരിക്കണം, ആശുപത്രികളിലെ പ്രവർത്തനം എന്തായിരിക്കണം, ജയിലുകളിലെ പ്രവർത്തനം എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ അലനോൺ എന്തായിരിക്കണം, അല്ലറ്റീൻ എന്തായിരിക്കണം, ഈ കാര്യങ്ങളിൽ എയ്ക്ക് ഒരു ഔദ്യോഗിക പക്ഷമൊന്നുമില്ല. അതൊക്കെ അവരവരുടേതായ കാര്യങ്ങളാ. അവിടെ നമുക്ക് എയുടെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി പോവുക എന്നുള്ളതല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കവരെ അത്തരം ഒരു ധാരണ അവരിൽ ഉണ്ടാക്കുന്നുണ്ടോ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു അഭിപ്രായം ഇത്തരം മറ്റ് പൊതുവിഷയങ്ങളിൽ ഉണ്ട് എന്ന് അവിടെ ഒന്നും എയ്ക്ക് അഭിപ്രായമേ ഇല്ല. എയ്ക്ക് ഒരു അഭിപ്രായമില്ല. അതുകൊണ്ട് അഭിപ്രായം എന്ന് പറയുന്ന ഒരു സാധനമില്ല. വ്യക്തിക്ക് അഭിപ്രായം ഉണ്ടാകാം, പക്ഷെ അഭിപ്രായം ഇല്ല.
അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ ഈ പാരമ്പര്യങ്ങൾ അനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഏറ്റവും കൂടുതൽ വേണ്ടതും നമ്മളുടെ പബ്ലിക് ഇൻഫർമേഷൻ എല്ലാം വേണം. ജനാമധേയത്വം പാലിക്കുന്നത് തൊട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നിഷ്പക്ഷത എന്ന് പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും പൊതുജനങ്ങളുമായി ഇടപെടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്നാ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് ഒരിക്കലും ലംഘിക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് എവിടെ എയ്ക്കകത്തുമുണ്ട്, എയുടെ പുറത്തുമുണ്ട്. ഇതേ തത്വം, ഈ നിഷ്പക്ഷത എന്ന് പറയുന്നതിന്റെ ആത്മീയ വശം അത് എയ്ക്കകത്ത് മാത്രമല്ല, അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. നമുക്കത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിത്യജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ചെയ്യണ്ട. അവൻ ജോലി സ്ഥലത്തോ നാട്ടിലോ അല്ലെങ്കിൽ അവിടുത്തെയുള്ള മറ്റ് പ്രശ്നങ്ങളിലോ നമ്മൾ അനാവശ്യമായിട്ട് അഭിപ്രായം പറയുന്നുണ്ടോ? നമുക്ക് നമ്മളോട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് അയ്യ വേണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. പലപ്പോഴും അതങ്ങനെ തോന്നാറുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, തൊണ്ടയിൽ വരെയും വന്ന് ഞാൻ അങ്ങ് വിഴുങ്ങിയെന്നും പറയാറുണ്ട്. എന്നുവെച്ചാൽ അഭിപ്രായം പറയാൻ വേണ്ടി അത്രയും തിക്കിമുട്ടി ഇങ്ങ് വന്നതാ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂടെയുള്ള യാത്രയിൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് ആർജിച്ചെടുത്തതാണ് അപ്പം പറയണ്ട എന്നുള്ളൊരു തീരുമാനം. മുമ്പ് ഇതേപോലുള്ള അഭിപ്രായങ്ങൾ ധാരാളമായി പറഞ്ഞ് അനവധിയായിട്ടുള്ള അബദ്ധങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും നമ്മളെക്കുറിച്ച് അപവാദം പറച്ചിലിനും ഒക്കെ കാരണമായിട്ടുണ്ടെങ്കിൽ അത് ക്രമേണ നോക്കൂ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി പിന്തുടരുന്ന ആൾക്കാർ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് പുറകോട്ട് മാറുന്നത് കാണാം. അവര് ഇത്തരം അനാവശ്യ സ്ഥലത്ത് ആസ്ഥാനത്തുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കുന്നതുകൊണ്ടാണ്. അവിടെയൊക്കെ അറിയാതെ എന്റെ പക്ഷമോ അല്ലെ മറ്റേതെങ്കിലും പക്ഷമോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു ചായ്വുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മുൻവിധി ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ പ്രശ്നം. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകുന്നു. ആ മുൻവിധി ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതിപ്പോ ഏത് ഭാഗത്തൂടെ ആവാം, എന്തിനെ കുറിച്ചും ആവാം. പലപ്പോഴും അത് ധൃതി പിടിച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ധൃതി പിടിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനോ അതിലേക്ക് പോകാനോ ചർച്ചയിലേക്ക് പങ്കെടുക്കാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനാവശ്യമായ തർക്കങ്ങൾക്കാണ് കാരണം ഉണ്ടായിട്ടുള്ളത്. അപ്പം ശാന്തത കൈവരാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. ഇത് തന്നെ പ്രശാന്തതയുടെ പ്രാർത്ഥന എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ശാന്തത വരട്ടെ, ക്രമേണ അത് വരണ്ട. ഈ പ്രശാന്തത എന്നുള്ള വാക്ക് പറയുമ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ്. അത് മുകളിൽ അനങ്ങാതിരിക്കുന്നതിനെ മാത്രം പ്രശാന്തത എന്ന് പറയാൻ പറ്റുമെന്നില്ല. മുകളിൽ അനങ്ങാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ അടിയില് അത്രമാത്രം അപകടങ്ങളാണെങ്കിലോ അടിയൊഴുക്കുകൾ ഇല്ലാതിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം മുകളിൽ അനങ്ങാതിരുന്നിട്ട് അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ അതിനെ പ്രശാന്തത എന്ന് പറഞ്ഞില്ല. അപ്പൊ അത് ആഴത്തിലും പരപ്പിലും ഒരുപോലെ തന്നെ ശാന്തതയുമായി നിൽക്കേണ്ടതുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മള് ഈ നിഷ്പക്ഷത പാലിക്കുമ്പോൾ ഒരുപാട് സംഘർഷത്തോടു കൂടി അത് നിഷ്പക്ഷത പാലിക്കുക. അത് നിഷ്പക്ഷത പാലിക്കുകയല്ല, മിണ്ടാതിരിക്കുക എന്ന് അവന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ സംഘർഷം ഒഴിവായിട്ട്, അപ്പം അത് സംഘർഷം ഒഴിവായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കണം. അതിന്റെ ശരിതെറ്റും കൃത്യമായി മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മാത്രം നിൽക്കുകയും മറുഭാഗത്തോട് നമ്മൾക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു സംഘർഷം തന്നെയാണ്. അതിന് കൃത്യമായ അഭിപ്രായം പറയാൻ കഴിയാതെ പോകും. തീർച്ചയായിട്ടും നമുക്കെതിരഭിപ്രായം ഉണ്ടാകുന്നവരോട് നമുക്ക് ദേഷ്യമാണ് ഉണ്ടാകുന്നത്, വിരോധമാണ് ഉണ്ടാകുന്നത്, വെറുപ്പാണ് ഉണ്ടാകുന്നത്, ദേഷ്യമാണ് ഉണ്ടാകുന്നത്. അത് ഒരു പൊട്ടിത്തെറിയിലായിരിക്കും പലപ്പോഴും പോയി കലാശിക്കുന്നത്. അപ്പൊ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശാന്തത, ആഴത്തിലും പരപ്പിലുമുള്ള പ്രശാന്തത കൈവരിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് കൈവരിച്ചെന്ന ഈ പറയുന്ന ഞാൻ അങ്ങനെ തന്നെയാണെന്നോ ഒന്നും അല്ല അതിൻ്റെ അകത്ത് അർത്ഥമുള്ളത്. കുറെയൊക്കെ ആകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവം. പക്ഷെ പലപ്പോഴും പല അഭിപ്രായങ്ങളും പെട്ടെന്ന് ഉചിതമല്ലാത്ത രീതിയിൽ എടുക്കുകയും അതിൻ്റെതായ തിക്തഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അത്തരമുള്ളൊരു സമീപനമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ അത് ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും ഒന്ന് ശാന്തമായി കേട്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും വരില്ലേ.
ഒന്ന് കേട്ടതിന് ശേഷം അഭിപ്രായം പറഞ്ഞാൽ പോരെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ നിഷ്പക്ഷത എന്നുള്ളത് കാര്യം പിന്നെ നമുക്ക് നടപ്പിലാക്കാൻ എളുപ്പമാണ്. മുഴുവൻ കേൾക്കുന്നതിന് മുമ്പാണ് എന്ന് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പിലാണ് അഭിപ്രായം പലപ്പോഴും പറയുന്നത്. നമുക്കത് കേൾക്കാൻ ഒന്നായ ക്ഷമയില്ല. അപ്പൊ നിഷ്പക്ഷത പാലിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്ഷമയും കൂടെ ഒക്കെ പഠിക്കണം. മുഴുവൻ അത് കേൾക്കണം. എന്താണ് എതിർപക്ഷം എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ പൊതുവായി എന്താണ് പറഞ്ഞത്, അതിനുശേഷം എന്റെ അഭിപ്രായം പറയുന്നതിന് നിഷ്പക്ഷത പാലിക്കേണ്ടതുണ്ടോ? അതെ തന്നെ പലപ്പോഴും ഒരു പക്ഷേ ആ സാഹചര്യങ്ങൾ അനുഭവിക്കാൻ എന്റെ അഭിപ്രായം എപ്പോഴും നമ്മൾ പറയുന്നില്ലേ അപ്രിയമായ സത്യങ്ങൾ പറയരുതെന്ന്. അപ്രിയ സത്യങ്ങൾ സത്യത്തിൽ അത് അങ്ങനെയല്ല പറയേണ്ടത്. സത്യം അപ്രിയമാണെങ്കിലും അപ്രിയമായി പറയരുതെന്ന. അങ്ങനെയുണ്ട്. സത്യം അപ്രിയമായി പറയുന്നത് കൊണ്ടാണ് അപകടം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്രിയമായി പറഞ്ഞ് അപകടം ഉണ്ടാക്കുന്നതിലും നല്ലത് പറയാതിരിക്കുന്നതാണെങ്കിലോ. സത്യം തന്നെയാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു പക്ഷേ ഒരു വലിയ കലഹമോ പ്രശ്നമോ ഉണ്ടാക്കുന്നതിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതല്ലേ നല്ലത്. ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ സത്യം വളരെ പതുക്കെ സാവധാനത്തിൽ പിന്നീട് പറഞ്ഞാലും പോരെ. ആ സമയത്ത് അപ്പം പറയണമെന്നുണ്ടോ? നമുക്ക് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നല്ലതാണെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു തീരുമാനമായിട്ട് പറഞ്ഞതല്ല. പക്ഷേ അതുകൊണ്ട് ഗുണമാണ് കിട്ടുന്നത്. അന്നേരം അത് പറയാതിരിക്കുന്നത് ഗുണമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാതിരിക്കുന്നതല്ല നല്ലത്. അങ്ങനെയുണ്ട്. അപ്പൊ അപ്രിയമായിട്ടൊരു സത്യമാണെങ്കിൽ അത് അപ്രിയമായി പറയാൻ പാടില്ല എന്ന് തന്നെയാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ നിഷ്പക്ഷത പാലിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് മറിഞ്ഞുകൊണ്ടും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് ഗുണങ്ങളൊക്കെ. മറ്റൊന്ന്, നമുക്ക് വീട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ മറ്റു കുടുംബങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ടോ? ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നതാണ്. നമ്മുടെ തന്നെ സഹോദരങ്ങളുടെ വീടുകളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലായിട്ട്, അല്ലെങ്കിൽ അടുത്ത അയലോക്കത്തെ വീട്ടിലായിക്കോട്ടെ, നമ്മൾ അവിടുത്തെ ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പുറമോടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവിടെ ഉള്ളിൽ നടക്കുന്ന എന്താന്നുള്ളത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ നല്ലതായിരിക്കും അവിടെ നടക്കുന്നത്, പുറത്ത് കാണുന്ന പോലെ തന്നെയായിരിക്കും അകത്ത്. പക്ഷെ പുറത്ത് കാണുന്നത് തന്നെയാണ് അകത്തെന്നും നമുക്ക് പറയത്തില്ല. അതുകൊണ്ട് നമ്മളെങ്ങനെയാ നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങളെ നമ്മൾ അവരുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് അത് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മൾ കുടുംബത്തിലെ തന്നെ നമ്മളുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടോ? ആലോചിക്കേണ്ട ഒരു വളരെ വലിയ പ്രശ്നം. ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങളിനകത്ത് വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു പ്രശ്നമാണത്. നമ്മുടെ കുട്ടികളെ മറ്റൊരു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ നമ്മുടെ കുട്ടികളിൽ തന്നെ ഒരാൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അവൻ കണ്ടില്ലേ കൂടുതൽ മാർക്ക് വാങ്ങി, നീ എവിടെ പോയതായിരുന്നു? അല്ലെങ്കിൽ അവൻ മിടുക്ക് കണ്ടില്ലേ, കളിയിലും മിടുക്കാണ്, അല്ലാതെ ഡാൻസിലും മിടുക്കാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. നോക്കി, അവിടെ നിഷ്പക്ഷമല്ലല്ലോ, പക്ഷം ചേരുന്നില്ലേ? അപ്പം ഒരാളുടെ പക്ഷം ചേരുന്നില്ലേ? മറ്റേ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം എത്രയുണ്ടെന്ന് അപ്പൊ നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ? ശരിക്കും നമ്മളത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, അവരെ കൂടുതൽ ഉത്തേജിപ്പിക്കാനോ കൂടുതൽ മുന്നോട്ട് വരുത്താൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾ അവകാശപ്പെടാം. പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. നമ്മൾ അറിയാതെ ഒരു പക്ഷം ചേർന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് ചേർന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുടെ മാനസിക പ്രശ്നവുമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്ന കാര്യങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുണ്ട്. മാതാപിതാക്കൾ ഒരു ഭാഗം ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ തെറ്റിദ്ധാരണയാവാം. അനിയനോ അനിയത്തിയോ ചേച്ചിയോ ചേട്ടനോ അവരോടാണ് കൂടുതൽ സ്നേഹം. മുതിർന്ന ആൾക്കാര് അതാണ്, ഒരുപാട് മുതിർന്ന ആൾക്കാർ ഇതേ അഭിപ്രായം പറഞ്ഞാണ്. ചെറുപ്പത്തിൽ അവർക്കുണ്ടായ തോന്നൽ, അവര് പ്രായപൂർത്തിയായി 10, 40, 50 വയസ്സായി കഴിഞ്ഞിട്ട് അവരവരുടെ മാതാപിതാക്കളോടുള്ള ദേഷ്യത്തിന് കാരണമായിട്ട് പറഞ്ഞത്, ഇപ്പോഴും അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ മറ്റ് സഹോദരങ്ങൾ കൊടുക്കുന്ന സ്നേഹം എനിക്ക് തരുന്നില്ല എന്ന്, അവർക്ക് കൊടുക്കുന്ന പരിഗണന എനിക്ക് തരുന്നില്ല എന്ന്. നമുക്ക് അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എത്രമാത്രമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം മേഖലകളിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതാ? കുറെ മേഖലകളിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പൊ അതുകൊണ്ട്
ഈ മറ്റ് പൊതുസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങളിനകത്ത് നമ്മൾ കാണിക്കുന്നത് പോലെ അതേപോലെ തന്നെ അശ്രദ്ധമായിട്ട് നമ്മളുടെ വീട്ടിലും അതുപോലെ ചെയ്യരുത്. ഇതുപോലുള്ള എത്ര വേണമെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ സഹോദരങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഒക്കെ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി പഠിച്ചു നോക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇതാണെന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ മുൻവിധികളും ആസ്ഥാനത്തുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടോ കൊച്ചാക്കിക്കൊണ്ടോ താരതമ്യം ചെയ്തുകൊണ്ടോ ഉള്ള നമ്മുടെ സംസാരങ്ങളും ഒക്കെ അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രമാത്രം ഉണ്ട് എന്ന് ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിൽ അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെന്നും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയല്ലല്ലോ. നമ്മൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, നമ്മൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഭാഗമായിട്ട് നോക്കിയോ. 10ാമത്തെ പടി എന്താ പറയുന്നത്? ഞങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ആ വിലയിരുത്തൽ തുടർച്ചയായി ചെയ്യുന്ന ഭാഗമായിക്കൊണ്ട് ഇത് ചെയ്യേണ്ടതാ. 10ാമത്തെ പടിക്കാതെ തന്നെ ഞാൻ പറയുന്നത് 10ാമത്തെ പടി എന്ന് പറഞ്ഞാൽ എല്ലാ പടിയും കൂടെ ചെയ്യുന്ന സാധനമാണ്. ഞങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ ചെയ്യാൻ ഞാൻ വിലയിരുത്തലിനകത്ത് വരുന്നില്ല. ഞാൻ 1ാം പടി ചെയ്തോ, 2ാം പടി ചെയ്തോ, 11ാം പടി ചെയ്തോ, 12ാം പടി ചെയ്തോ എന്നുള്ളതാണ് അതിനെ കുറിച്ചുള്ള അതിനകത്ത് എത്രമാത്രം ശരികളുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്, അപാകതകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്, എത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം എനിക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ അതിനകത്ത് ആലോചിക്കാം. അപ്പം 10ാം പടിക്കകത്ത് ബാക്കി 11 പടിയും അതിനകത്ത് പെടും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിലയിരുത്തലിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ചോദ്യമാണ്, ഞാൻ തീർത്തും നിഷ്പക്ഷമായിട്ട്, കാരണം എല്ലാവർക്കും തുല്യമായിട്ടുള്ള, നമ്മുടെ രാഷ്ട്രീയ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. അവിടെ പോലും കണ്ടില്ലേ, ഒരു നിഷ്പക്ഷമായിട്ട് നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. നമ്മുടെ നേതാവ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും, അനുസരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വിഘടനവാദിയാകും, തിരുത്തൽവാദിയാകും, നമ്മൾ പുറത്തു പോകും. അപ്പൊ അവിടെ പോലും അങ്ങനെയാ. അപ്പൊ നമ്മള് വീട്ടിലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങള്, അപ്പം നമ്മൾ ആലോചിക്കുക, നമ്മളെ വിലയിരുത്തലിനകത്ത് നമ്മൾ ആലോചിക്കുക, നമ്മളിവിടെ ഇതിനകത്തിരിക്കുന്നത് അല്ലെങ്കിൽ എയിലെ അംഗങ്ങൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് ആണുങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പിതാക്കന്മാർ മാത്രമാണ്, സഹോദരന്മാർ മാത്രമാണെന്നുള്ള കൺസെപ്റ്റിൽ മാത്രം നമ്മൾ ധരിക്കുക. അല്ലാത്തവരുണ്ട് നമ്മുടെ നാട്ടിലിപ്പോ നമ്മൾ അങ്ങനെ ആയിരിക്കും എന്നുള്ള കണക്കൂട്ടിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഒരു പിതാവാകാന് എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം. അവിടെയും തെറ്റിദ്ധരിക്കാറുണ്ട്. അവർക്ക് അത്രേ അർഹതയുള്ളൂ നമ്മൾ കണ്ടുപിടിച്ച് പോയാൽ തെറ്റി. ഒരു കുട്ടി 100 വാങ്ങി മറ്റവൻ 180 വാങ്ങിയുള്ളത് കൊണ്ട് 100 വാങ്ങുന്നവനാണ് കൊടുക്കുക, മറ്റവൻ അത്രയും അർഹിക്കുന്നില്ല സമ്മാനം, നല്ല നേരെ തിരിച്ചാകത്തില്ല. അവനെ പ്രോത്സാഹിപ്പിക്കണേ അവനല്ലേ കൂടുതൽ കൊടുക്കേണ്ടത്. അങ്ങനെ ആവാലോ. അപ്പൊ ഇതിലേതും നമുക്ക് ആവാം. അപ്പൊ എവിടെയല്ല അർഹിക്കുന്ന വെച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തില്, അവരെ മുന്നോട്ട് തള്ളിക്കൊണ്ട് വരാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ വേർത്തൊന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള എല്ലാവർക്കും തുല്യ പ്രാധാന്യവും തുല്യ അവകാശവും കൊടുക്കാൻ നമുക്ക് കാണാം. അപ്പോഴാണല്ലോ നിഷ്പക്ഷമാകുന്നത്. തുല്യം അല്ലാന്നാകുമ്പോൾ ഏതോ ഒരു പക്ഷത്തേക്ക് ചായ്വുണ്ടായെന്നാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ ആകാൻ കഴിയില്ല. അപ്പം മക്കൾക്കായിക്കോട്ടെ, മാതാപിതാക്കൾക്കോട്ടെ, ഭാര്യയ്ക്കായിക്കോട്ടെ, പിന്നെ വേണേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ നമ്മുടെ സുഹൃത്തുക്കള്, നമ്മളെല്ലാരോടും പോയി കെട്ടിപ്പിടിക്കണമെന്നോ എല്ലാവരുടെ കൂട്ടത്തിൽ പോകണമെന്നല്ല. അതുണ്ടല്ലോ, ആ സാഹചര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. നമ്മൾ അനാവശ്യമായി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചേരാനോ, അനാവശ്യമായി ഒരാളുടെ ഭാഗം ചേർന്ന് മറ്റൊരാൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവരാനോ നമ്മൾ പോകുന്നില്ലെന്ന് വെച്ചാൽ മതി. അല്ലാണ്ട് ഇപ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഒരേപോലെ ആകാൻ അത് പറ്റില്ല. അത് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഒരാളെ കൊണ്ട് കഴിയുന്നതല്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കും, മഹത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അവർക്ക് പോലും കഴിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അങ്ങനെയൊക്കെയുള്ള അപൂർവമായ ചില ആൾക്കാരുടെ അവർക്കൊന്നും ഇത്തരം കാര്യങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നില്ല. നമ്മളെപ്പോലെ കുടുംബസ്ഥരായി കഴിയുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ അത് അങ്ങനെ കഴിയുന്നതല്ല, അല്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് അത് കഴിയില്ല ഒരിക്കലും. നമ്മൾക്ക് എത്ര പേരെ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കൊണ്ട് കാര്യമില്ല, അവർക്കെല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പം അതാണ് നമ്മൾ എപ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്കൊന്ന് ആലോചിക്കാം, നമ്മള്
ഒന്ന് അന്വേഷിക്കുകയോ അല്ലെ അറിയോ എന്ന്. നമ്മളില്ലാത്തപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെന്താ പറയുന്നത്? നമ്മൾ സ്ഥലത്തില്ലാത്തപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെന്താണ് പറയുന്നത് എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ നമ്മളൊന്ന് അറിയുന്നത്. അതിനുവേണ്ടി നമ്മൾ ചാരന്മാരെ ഒന്നും വെക്കണ്ട, അതിനുവേണ്ടി അന്വേഷണ സംഘത്തെയും വിടണ്ട. എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അറിയാതെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ കേട്ടതിനകത്തൂടെ ചിലപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്. നമ്മളെക്കുറിച്ച് നല്ലവനാണെന്നോ മോശക്കാരനാണെന്നോ പിശുക്കനാണെന്നോ സ്നേഹമുള്ളവനാണെന്നോ ഇല്ലാത്തവനാണെന്നോ അല്ലെങ്കിൽ അസൂയക്കാരനാണെന്നോ കുശുമ്പുകാരനാണെന്നോ എല്ലാവരെയും സഹായിക്കുന്നവനാണെന്നോ, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാ. അല്ലാണ്ട് നമ്മളെക്കുറിച്ച് ഒരാൾ മോശം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അതത്ര സൂഹിക്കുന്നുമല്ല. പക്ഷേ ഒന്നുണ്ട്, നമ്മളില് എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് അതിലൂടെ നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തോ ഒരു തകരാറുണ്ടോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പറഞ്ഞത്. പക്ഷെ നമുക്കങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നല്ല സുഹൃത്തുക്കളോ മറ്റാൾക്കാരോ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും അത് ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് അത് വരുന്നത്. ബോസ് ഇല്ലാത്ത നേരത്ത് ബോസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ ഇല്ലാത്ത നേരത്ത് ജോലിക്കാരൻ, മറ്റുള്ളവർ ഇയാളെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു എന്നുള്ളത് കൂടുതൽ കേൾക്കാൻ പറ്റുന്നത്. കുടുംബത്തിലൊക്കെ അത്ര അങ്ങനത്തെ പ്രശ്നം വരാറില്ലെങ്കിൽ ഉണ്ട് എങ്കിൽ പോലും ഇതുപോലല്ല. പക്ഷെ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങളിലായിരിക്കും. ഒരു സംഘടനയെ പ്രവർത്തിക്കുമ്പോഴും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ അതും നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. നമ്മളിൽ എത്രമാത്രം ഗുണങ്ങളുണ്ട് മോശങ്ങളുണ്ട് എന്നുള്ളത്, നമ്മൾ എത്രമാത്രം എല്ലാവരോടും യോജിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരം തന്നെയാണത്. അത് നമുക്ക് എത്ര ചെയ്യണം. നമുക്ക് എത്രമാത്രം നമ്മൾ നന്നായി ജീവിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു വിലയിരുത്തുന്ന ഒരു വേണ്ട. നമുക്ക് എത്രമാത്രം നന്നായിട്ട് ചിരിക്കാൻ കഴിയുന്നുണ്ട്. അത്ര ചെറിയ ഒരു കാര്യമല്ല അത്. നമ്മൾക്ക് എത്രമാത്രം നന്നായി ചിരിക്കാൻ കഴിയുന്നുണ്ട് നമുക്കൊന്ന് മാർക്കിട്ട് നോക്കിയേ. വളരെ ആ മാർക്കിടുന്നത് നിഷ്പക്ഷമായിട്ടായിരിക്കണം. അവിടെ എനിക്ക് അനുകൂലമായിട്ട് ഇടരുത്. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മാർക്കിടുന്ന കാര്യമില്ല. ആ മാർക്കിടുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം അടുത്ത് വരും. നമ്മളില്ലാത്തപ്പോൾ നമ്മളെക്കുറിച്ച് ആൾക്കാർ എന്ത് അറിയുന്നു എന്നുള്ളത്. അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നമ്മളെ നോക്കിക്കൊണ്ട് ചിരിക്കാൻ എത്രമാത്രം കഴിയുന്നു, എത്രമാത്രം ആത്മാർത്ഥമായി ചിരിക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് എന്ന് പറയാനില്ലെങ്കിലും പെർഫെക്ഷന്റെ അടുത്തേക്ക് നമ്മൾ എത്രമാത്രം പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഒരു മനോഭാവമാണ് തീർച്ചയായിട്ടും ചിരിക്കുക എന്ന് പറയുന്നത്. അത് പല്ല് പുറത്ത് കാണുന്നതിനെ ചിരിക്കുക എന്നല്ല പറഞ്ഞു, ഇളിക്കുക എന്നാ പറയുന്നത്. അതല്ല, ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ അത് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു നല്ല വികാരമാണ്. മറ്റുള്ളവരോട് ആ ഒരു നമ്മൾ പറയുന്നല്ലേ മനസ്സ് തുറന്ന് അവരെ സ്വീകരിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അവരുടെ സങ്കടത്തിൽ അവരോടൊപ്പം നിൽക്കാനും ഒക്കെ തോന്നുക എന്നുള്ള, അവരോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളാവാൻ കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മളുടെ മാർക്ക് നോട്ട് നോക്കുക. നമ്മൾ ആ മാർക്കൊന്നും അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്നൊന്നും നമ്മൾ 100% പെർഫെക്റ്റ് ആണല്ലോ. നമ്മൾ അതിനകത്തുനിന്ന് മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താമല്ലോ. അത് വിലയിരുത്താൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പൊ നമുക്ക് എത്രമാത്രം ആ ഒരു കാര്യത്തിൽ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്ന്. അപ്പൊ നന്നായി ചിരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന്. നന്നായി ചിരിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെ തെറ്റുകൾ നമുക്ക് എത്രമാത്രം ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഈ നിഷ്പക്ഷതയുടെ ഭാഗം തന്നെയാ. തെറ്റ് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മുൻവിധിയുണ്ട്. അവനോട് അങ്ങനെ വിട്ടാൽ ശരിയാകുകയില്ല എന്ന് അവൻ പണ്ടേ ഇങ്ങനെയാണ് എന്നുള്ള വെച്ചുകൊണ്ടാണ് നമുക്ക് തെറ്റ് ക്ഷമിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അവനൊരിക്കലും നന്നാകുകയില്ല, അവന് ക്ഷമ കൊടുത്തിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുമ്പോഴൊക്കെ ഇതല്ലേ, അവിടെയൊക്കെ പക്ഷം ചേർന്ന് പോയില്ലേ, നമ്മുടെ അഭിപ്രായം ഒരു പക്ഷത്തേക്ക് ചിരിഞ്ഞില്ലേ, അല്ലെങ്കിൽ ചാഞ്ഞു പോയില്ലേ. അതുകൊണ്ടാണല്ലോ പറ്റാത്തത്. ഇപ്പം നാട്ടുകാരോട് മുഴുവൻ ക്ഷമിക്കണം എന്നല്ലല്ലോ. തെറ്റ് ചെയ്തവരായ കുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തകരാറുകളുണ്ട്, അത് അവരെ ബോധ്യപ്പെടുത്താനും ഒക്കെ പറയേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും നമ്മൾക്ക് ഒരാളോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഗുണം തന്നെയാ. അതൊക്കെ എത്രയുണ്ട് എന്ന് ഞങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ 10-ാം പടിയുടെ ഭാഗം തന്നെ. വിലയിരുത്തിക്കോ, വിലയിരുത്തുമ്പോൾ നമുക്ക് എത്ര തന്നെ. അപ്പൊ നിഷ്പക്ഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊരു സംയമനം തന്നെയാ.
തീർച്ചയായിട്ടും സംയമനമാണ്. ഒരു കാര്യം ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നത് എത്രമാത്രം ഗുണകരമാണെന്നുള്ള നമ്മൾ ഒന്ന് ആലോചിക്കുക തന്നെയാണത്. അപ്പോഴാണ് നമുക്ക് ആ നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കുക, അത് ഗുണകരമായിട്ട് ഉണ്ടാകട്ടെ, എല്ലാവർക്കും അത് അങ്ങനെ ആവട്ടെ, അത് തന്നെയാണ്. അപ്പം അതൊരു ബലഹീനതയായിട്ട് ഒരിക്കലും കാണേണ്ട കാര്യമില്ല. സംയമനം പാലിക്കുന്ന ബലഹീനതയല്ല, നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധാപൂർവം ആലോചിച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായവും പറയുന്നില്ല, യാതൊരു തരത്തിൽ. അപ്പം തീർത്തും നിർഗുണമായിട്ട് നിൽക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈ നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ നമ്മൾ മുൻവിധി ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെ കൂട്ടിയാൽ മതി. മുൻവിധി ഇല്ലാണ്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ ഗുണമായിട്ട് തന്നെ എടുക്കുക, സംയമനം പാലിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിൽ കൂടി കടന്നു പോകുന്നവരിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന, മുന്നോട്ട് ഉയർന്നു വരുന്ന ഒരു ഗുണമായിട്ട് കാണുന്ന ഇത് തന്നെയാണ്. അവര് മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയുള്ള സമയം അവർക്ക് കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയുള്ള ക്ഷമ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരിൽ സ്നേഹവും കരുണയും വിശ്വാസവും ഒക്കെ കൂടി വരുന്ന തന്നെയാണ് കാണുന്നത്. ഒരിക്കൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാര് അവരൊരിക്കലും ആ ഒരേ നിലയിൽ നിൽക്കുകയല്ല, അവർ മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യുന്നത്. ഓരോരുത്തരുടെ നടപ്പിന്റെ വേഗതയും ഒക്കെ വ്യത്യാസമായെങ്കിൽ പോലും എല്ലാവരും മുന്നോട്ട് തന്നെയാണ് നടക്കുന്നത്. ഒരാൾ പോലും നിൽക്കുകയല്ല ചെയ്യുന്നത്, നിന്നോടത്ത് നിൽക്കുന്നില്ല, അവർ മുന്നോട്ട് നടക്കുന്നേ. ഈ ആൾക്കൂട്ടത്തിൽ ഒരുമിച്ച് നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള ആ യാത്രയിൽ മുന്നോട്ട് തന്നെ എല്ലാവരിലും ഇത്തരം ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാകുക തന്നെ ചെയ്യുന്നത്. അവരിലെല്ലാം ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ കൂടുതൽ വർദ്ധിച്ചു വരുന്ന തന്നെയാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരിലും ഒക്കെ തന്നെ, ആരും അതിനകത്ത് മോശമില്ല. ചിലർക്ക് കുറച്ച് സാവധാനം, കുറച്ച് ചിലർക്ക് വളരെ വേഗത്തിൽ, അത്ര തന്നെയുള്ളൂ, നമ്മുടെ വാഗ്ദാനങ്ങളിൽ പറയുന്ന പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അത് ആർക്കും ഒരു മോശമായിട്ട് വരുന്നൊരു കാര്യമല്ല. നമുക്ക് സംയമനം പാലിച്ചാൽ നമുക്ക് തർക്കങ്ങൾ ഒഴിവാക്കാം. തർക്കങ്ങൾ ഒഴിവായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘർഷങ്ങളും വിരോധവും വിദ്വേഷവും ഒക്കെ ഒഴിവാകാം. അതുകൊണ്ട് തന്നെ ഒരു സംഘത്തിലാകുമ്പോൾ ഇത്തരം വരുമ്പോൾ എന്താകുന്ന, അതൊരു കുടുംബത്തിലായാലും അല്ലെങ്കിൽ പുറത്തുള്ളൊരു സംഘത്തിലായാലും എന്താ, വിഭാഗീയത ഒഴിവാകും, അല്ലെങ്കിൽ അതിനകത്ത് പിളർപ്പ് ഒഴിവാകും, ഏറ്റുമുട്ടൽ ഒഴിവാകും. ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പം പൊട്ടിത്തെറികളും കലഹങ്ങളും ഒക്കെ ഒഴിവായി കിട്ടാൻ ഇതൊക്കെ നല്ലതാ. നമുക്കൊന്ന് സംയമനം പാലിക്കുക എന്നുള്ളത്, അതായത് മുൻവിധി ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് ആലോചിക്കാനോ ഒന്ന് ചിന്തിക്കാനോ ഒന്ന് ആലോചിക്കാനോ ഉള്ളൊരു സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇടയിൽ ഈ പറഞ്ഞ മറ്റൊരാളെ ബഹുമാനിക്കാനുള്ളൊരു കാര്യം കിട്ടും, സ്നേഹം കിട്ടും, അതോട് ഐക്യമുണ്ടാകാൻ പറ്റും, ഇതെല്ലാം കൊണ്ടുവരും. അപ്പം എല്ലാവരെയും നമുക്ക് നിഷ്പക്ഷമായിട്ട് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് അനുതാപപൂർവ്വം അവരോട് ഇടപെടാനും ഒക്കെ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിഷ്പക്ഷമായി നിൽക്കുക. അതിനുണ്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരു പാരമ്പര്യത്തില് തീർച്ചയായിട്ടും അത് ഒരുപാട് ശക്തമായിട്ടുള്ളൊരു പാരമ്പര്യം തന്നെയായിരുന്നു. നമ്മളെ നിലനിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ, നമ്മളിൽ ഐക്യം നിലനിർത്തുന്നതിന്, നമുക്ക് പൊതുസമൂഹമായിട്ട് നമുക്ക് വളരെ നല്ല ബന്ധമുണ്ടാകുന്നതിന്, നമ്മളെ പൊതുസമൂഹം അംഗീകരിച്ചതിനും നമ്മൾക്ക് വേണ്ടി നമ്മളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുള്ള നമ്മളുടെ ഇത്തരം ഒരു സമീപനം തന്നെയാണ്. ഒരു കാരണവശാലും അതിന് തടസ്സമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്കും ആൽക്കഹോളിക്സ് അനോണിമസ് ഇതുവരെയും ഇടപെടാതെ നിന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇത്രയും ലോകരാജ്യങ്ങളിൽ 190 രാജ്യങ്ങളിലായിട്ട് ഇന്ന് ഏതാണ്ട് 22 ലക്ഷത്തോളം ആൾക്കാരായി നമ്മൾ വർദ്ധിക്കാനുള്ള കാരണവും ആൽക്കഹോളിക്സ് അനോണിമസ് ഇത്തരത്തിലൊരു സമീപനം എടുത്തുകൊണ്ട് നമ്മളുടെ സഹസ്ഥാപകര് വളരെ കൃത്യമായി ആലോചിച്ചുറച്ച് തന്നെയാണ് അത്തരം ഒരു തീരുമാനമെടുത്തത്. അത് എന്തായാലും നമ്മൾക്ക് ഗുണകരമായിട്ട് തന്നെ ഭവിച്ചു. അപ്പം നമുക്ക് നല്ല ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, അതേപോലെ തന്നെ എല്ലാറ്റിനും ഉപരിയായി നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മളുടെ കൂട്ടായ്മയ്ക്കുള്ളിലും വളരെ നല്ല രീതിയിലുള്ള ഐക്യം ഉണ്ടാകാനും അത് ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യാസക്തരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജീവൻ രക്ഷിക്കുന്ന മന്ത്രങ്ങൾ നമുക്ക് എല്ലാവരിലും എത്തിക്കാനുള്ള നമ്മുടെ ശേഷിയെ അത് വർദ്ധിപ്പിക്കും.
അത് നമുക്ക് വളരെ ഗുണകരമായിട്ട് മറ്റുള്ളവരിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകട്ടെ. ജ്വാല ഗ്രൂപ്പിന്റെ ഇതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വിഷയങ്ങൾ, ഇത് ഞാൻ പറഞ്ഞ പോലെയല്ല, ഇതുപോലെ എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാ ദിവസങ്ങളിലും ഓരോ വിഷയാധിഷ്ഠിത മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതും എല്ലാവർക്കും അത് ഗുണകരമാകട്ടെ. എല്ലാവർക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാൻ, നല്ലത് സ്വീകരിക്കാനുള്ള അവസരം കിട്ടട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടുനിന്ന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, അവസരം തന്ന ജ്വാല ഗ്രൂപ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. താങ്ക് യു സണ്ണി ചേട്ടാ. ഇത്ര നേരം ഞങ്ങളോടൊത്ത് ആയിരുന്നുകൊണ്ട് പാരമ്പര്യങ്ങളിലെ ആത്മീയത ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഒരു മെമ്പർ എന്നുള്ള നിലയിലും ഒരു സേവകൻ എന്നുള്ള നിലയിലും എത്ര ശ്രദ്ധയോടെ, അവധാനതയോടെ, പരിശുദ്ധിയോടെ സമീപിക്കേണ്ടതാണ് ഇതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒത്തിരി നന്ദി. വളരെയധികം ഉപകാരപ്പെട്ടു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു. ഒത്തിരി നന്ദി സണ്ണി ചേട്ടാ. ജ്വാല ഓൺലൈൻ ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വ്യക്തിപരമായിട്ടുള്ള പേരിലും നന്ദി അറിയിക്കുന്നു. ഇനിയും ഒത്തിരി കാലം മുന്നോട്ട് ഒത്തിരിയേറെ ആൾക്കാർക്ക് ഒരു വെളിച്ചമായി, ഒത്തിരിയേറെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പകർന്നു കൊടുക്കാനൊക്കെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യം തരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി.